ചുമ്മാ പരിപാടി മൂവി പറയും എന്താ പരിപാടി? ആക്ച്വലി ഞങ്ങളെല്ലാരും ഷംജാദ് ബർത്ത്ഡേ ആണ് സനുക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് മുബിയുടെ ഹസ്ബൻഡ്, അതാണ് സർപ്രൈസ് ബർത്ത്ഡേ പറഞ്ഞോട്ടെ. അപ്പൊ സർപ്രൈസ് പ്ലാൻ ആണ്. എന്താണ് പ്ലാൻ? ആള് വരുന്നു, കഥകൾ തുറക്കുന്നു, സർപ്രൈസ്. അതാണ് ഒരു അനുസരണ അച്ചടക്കം ഇല്ലാത്ത കുറെ ആൾക്കാര്. ഷംജാദിനോട് പറഞ്ഞിട്ടുണ്ടോ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി? അപ്പൊ നോക്കാം പ്ലാൻ ചീറ്റി പോകുന്നു. ഇതൊന്നും മിണ്ടാത്ത നമ്മുടെ ജെൻസി ഗ്യാങ്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതാണ് വെറൈറ്റി. കൊട്ട തുടങ്ങി. കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. വേണ്ടേ? തീർന്നു. ആൾക്കാർ തിന്നുടങ്ങിയ പിന്നെ കിട്ടില്ല ഈ സാധനം. വേഗം എടുത്തോ. പൊളിയല്ലേ? പൊളിയല്ലേ? എന്റെ സേബിൾ വീണ്ടും ഇപ്പൊ ഇവിടെ കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു മുമ്പ്. How was the new cake experience? It was excellent. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അതാണ് വേണ്ടത്. നമുക്കിതൊരു തുടക്കമാവട്ടെ. അങ്ങനെ നമ്മുടെ ഡാൻസിന്റെ സീരീസ് വീണ്ടും തുടരുകയാണ്. സീസൺ 2. അപ്പൊ സീസൺ 2 നമ്മൾ ഫ്രൈഡേ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ ബർത്ത്ഡേ കഴിഞ്ഞു. അടിപൊളി ബർത്ത്ഡേ. ഡാൻസ് പ്രാക്ടീസ് അതിന്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മുടെ ലുലുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ ചെറിയ സർപ്രൈസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകണം. ഓക്കെ.
വന്നൊരു ബർത്ത്ഡേ കൂടാതെ പറ്റാതായിട്ടുണ്ട്. സപ്രസ് ആയ ലുലു. അതെ അതെ അത് കഴിഞ്ഞ് ഒരു സ്റ്റൂൾ സെറ്റാണല്ലോ. എവിടെ പോയാലും ഹാപ്പി ബർത്ത്ഡേ. ചോദിക്കാൻ പാടില്ല നൽകിയൂടെ. അടുത്ത് വേണമെങ്കിൽ എന്റെ ബർത്ത്ഡേ ആയിട്ട് കണക്കാക്കിട്ട് നിങ്ങളൊക്കെ എനിക്ക് സർപ്രൈസ് തന്നോളൂ. മാർച്ചിൽ ആരൊക്കെ ഉണ്ട്? മാർച്ച് ഓഗസ്റ്റ് ആരെങ്കിലും ഉണ്ടാ? ചോദിച്ചാ എനിക്ക് കൂട്ടാരെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചതാണ്. ഓഗസ്റ്റ് 17 പറഞ്ഞേ ബർത്ത്ഡേ എന്നാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാ? പ്ലീസ് കമന്റ്സിൽ പറയണം കേട്ടാ. അല്ലല്ല ഇതാണ് ഗൈസ് എന്തൊരു പിസ്സ. മീറ്റർ പിസ്സ. ഇതാണ് 1 മീറ്റർ ലോങ് പിസ്സ. ഉണ്ട് കേക്കൊക്കെ. ഹൗസ് ദ പിസ്സ. ഓ മൈ ഗോഡ്, വലിയ വലിയ വാക്കുകളൊക്കെ കിട്ടുകയാണ് പിസ്സേനെ പറ്റി. അപ്പൊ എന്തായാലും കഴിച്ചു പോകണമല്ലോ. വേഗം കഴിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ ബ്രഹ്മാണ്ടം ഒന്നും കിട്ടൂല മിക്കവാറും. വ്യാഴാഴ്ചത്തെ പാർട്ടി സെറ്റ് ആയിരുന്നു നമ്മുടെ അപ്പൊ വെള്ളിയാഴ്ച മുമ്പിനായിക്കോട്ടെ. അത് വലിയ ട്രീറ്റ്. അത് പിന്നെ കുഴപ്പമില്ല, സമയമുണ്ട്. നമ്മളിന്ന് ഇപ്പൊ DFCയിലാണ്. ലുലുവിന്റെ ബർത്ത്ഡേ. ലുലുവിന് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ്. നമുക്ക് മെയിൻ ഇവിടെ നമ്മളിൽ നിന്ന് വന്നേക്കണമെന്ന് വെച്ചാൽ ഡാൻസ് ഉണ്ടല്ലോ വെള്ളിയാഴ്ച. അപ്പൊ നമുക്ക് വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ട്രാക്സും മേടിക്കണം. അങ്ങനെ വന്നതാണ്. പക്ഷെ ലുലു ആണെന്ന് കൂടെ എല്ലാത്തിനും വന്നത്. പിന്നെ ലുലുവിന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ലുലുവിനൊരു ഗിഫ്റ്റ് മേടിച്ച് കാണിച്ചു തരാം. വാ, can you please show the സോ ഇതാണ് ഇതാണ് നമ്മൾ മേടിച്ച ഗിഫ്റ്റ് ആൾക്ക്. അങ്ങനെ ഇത് മേടിച്ചു. നാളെ നമുക്ക് സർപ്രൈസ് ചെയ്യാം. പിന്നെ ഈ സാധനങ്ങൾ മേടിക്കണം, ഡിന്നർ കഴിക്കണം, വീട്ടിൽ പോകണം. അതാണ് ഇന്നത്തെ അജണ്ട. ഗിഫ്റ്റ് റെഡി. പുള്ളിക്കാർക്ക് വരുമ്പോൾ കൊടുത്ത് സർപ്രൈസ് ആക്കണം. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ രാവിലെ 6 മണിക്ക് ഇറങ്ങിയ ഞാനാണ് ഓഫീസിൽ നിന്ന് നേരെ വന്ന് അതേ കൊല്ലത്തിൽ ഇറങ്ങി. മാക്സ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് വെള്ള ടീഷർട്ട് വേണം, ബ്ലാക്ക് പാൻറ് വേണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഒന്നും കിട്ടിയില്ല. ഇടുങ്ങൾക്ക് ഹൈക്കും ജീൻസിനും പാൻസ് കിട്ടി. അതെ, നമ്മൾ വേറെ കട പിടിക്കാന്ന് വിചാരിച്ച് നോക്കട്ടെ. ഹായ് ഗൈസ് എന്ന് പറ. ഹായ് ഗൈസ്. എവിടെ കമ്മലും മാല കണ്ട അവിടെ നമ്മൾ നിൽക്കുന്നു. അതെ, ഇതൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കണ സമയം ഒന്നും അറിയത്തില്ല. 10 റിയാൽ 20 റിയാൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ
അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഇവിടെ ഫൈനലി നമ്മൾ സെന്റർ പോയിന്റിൽ വന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം കിട്ടി. എനിക്ക് പുള്ളാൻബേറിന്ന് കിട്ടി, കുറച്ച് പേർക്ക് മാക്സിന് കിട്ടി, കുറച്ച് പേർക്ക് ന്യൂയോർക്കറിന്ന് കിട്ടി. അങ്ങനെ ഒരു വലിയ ഓട്ടം കഴിഞ്ഞ് ടയേർഡായി. രാവിലെ അടുത്ത ഓഫീസുണ്ട്. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോവാ. എന്റെ ബർത്ത്ഡേ ബർത്ത്ഡേ ആയിട്ടല്ലേ? ബർത്ത്ഡേ ഇവന്റ്ഫുൾ ആയിരുന്നു. അതെ, അറിഞ്ഞില്ല പോയത്. ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോവാ. ഹാർവേ നിക്കോളാസ്. ഇതിനകത്ത് നമ്മൾ കേറിയുണ്ടല്ലോ, വിലയൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ തെറിച്ചു പോകും. അങ്ങനത്തെ ഒരു കടയാണ്. പക്ഷെ ഇത് നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ? മിയാവ് മിയാവ്. എന്താണ് മിയാവ്? നോക്കിയാ മിയാവ് മിയാവ് ഇങ്ങനെ താഴെ പോകുന്നു. ഇപ്പൊ തല പൊക്കും. ഞാനൊന്ന് വെറുതെ കേറി നോക്കിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരു പോക്ക് പോയി. പിന്നെ വന്നിട്ട് എനിക്ക് അവിടെ ഇഷ്ടമായിട്ടില്ല, നമുക്കൊന്നും പറ്റിയതാണ്. വില കണ്ടിങ്ങനെ തെറിച്ചു പോയി. എന്തെങ്കിലും ഒന്ന് മേടിച്ച് കൊറേ സാമ്പിൾ പീസ് കിട്ടും പോകുന്നുണ്ട്. ആണോ? വെറുതെ ഇരിക്കല്ലേ, ആരും മേടിക്കാണ്ട് സാമ്പിൾ പീസ് ആയിരിക്കും. പക്ഷെ ഏറ്റവും നല്ലത് അതെ സാമ്പിൾ ആണ് സത്യം. പെർഫ്യൂം ആയാലും സാമ്പിൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിപ്പോ ചീസ് കേക്കിന് ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. വെട്ടിക്കൊല്ലാനൊക്കെ പോകുന്നുണ്ട്. ഞാനെങ്ങനെ ഇവരും കൺഫ്യൂസ്ഡ് ആണ്. ഇതിൽ ചോക്ലേറ്റ് ഉണ്ടോ ഈ ബ്രെഡിലെന്ന്. ചീസ് കേക്ക് ഫാക്ടറിയിൽ നിന്ന് ഈ ബ്രെഡ് കഴിച്ചിട്ടുള്ളവർ ആർക്കെങ്കിലും ഒന്ന് കമന്റിൽ പറയണം കേട്ടോ. ഇതിൽ ചോക്ലേറ്റ് ഉണ്ടോ ഇല്ല? ഉണ്ടോ ഇല്ലേ? കഴിച്ചവർക്കൊക്കെ ഇത് സംശയമാണ്. ചോക്ലേറ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ലുലുവിന് വെറി സ്പെസർ മേടിച്ചിട്ടുണ്ട്. പറയും എൻ്റെ ഫേവറേറ്റ് ആണ് കൊടുത്ത. I always have. അങ്ങനെ ശശ ടേസ്റ്റി അത് ലേസ് ട്രോയ. അപ്രൂവ്. അപ്പൊ ഇതാണ് സ്പാഗറ്റി വിത്ത് മീറ്റ് ബോൾ. ഇതാണ് പോർച്ചീസ് പാസ്ത. ഇതാണ് ചിക്കൻ ബെല്ലാജിയോ. You again? Happy birthday from the cheesecake. Happy birthday to you. Happy birthday. Thank you. അതൊക്കെ സംഭവിക്കും. അങ്ങോട്ട് കട്ടി. You again? You again? Okay, come on guys. 1, 2, 3. ഞാനും കണ്ടിട്ടില്ല. Okay. Okay. എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ ക്ലാസിക്സ്. നമ്മളന്ന് ചോക്ലേറ്റ് ആണോ ക്ലാസിക് ആദ്യമായിട്ട്? ക്ലാസിക് നല്ലത്. എനിക്ക് കൂടുതൽ ഇഷ്ടം ക്ലാസിക്കാ. ചീസ് കേക്ക് പക്ഷേ ഓ സഞ്ജനത്ത എന്നെ കഴിച്ചോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. നല്ലുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു അല്ലേ? എൻജോയ് ചെയ്താ? ഷോപ്പിംഗ് ചെയ്ത് ഡിന്നർ കഴിച്ചു. ബൈ ബൈ. അപ്പൊ അടുത്ത വിശേഷവും അടുത്ത വ്ളോഗൊക്കെ ആയിട്ട് പിന്നെ കാണാം. ബൈ. ഗുഡ് നൈറ്റ്. ബൈ 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 ബൈ. ഓക്കെ ഓക്കെ. നാളെ എല്ലാവർക്കും ഓഫീസ് ഉണ്ട്. അതാണ് ഓക്കെ. ശരി.